ഇദ്ദേഹവും ഞാനും ഒന്നിച്ചാണ് ട്രിപ്പിന് വന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിചാരിക്കോ? നോക്കൂ. ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളെ ഞങ്ങൾ ആലോചിച്ചു ഇനി നമുക്ക് ഡ്രൈവർ ടിക്കറ്റ് ഒന്നും തന്നിട്ടല്ലോ എന്ന്. ഹായ് ഫോട്ടോഗ്രാഫർ. പിന്നെ ചുറ്റും ഇങ്ങനെ മലകളാണ്. പിന്നെ അപ്പൊ ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ വാട്ടർ ആണ്, അത് നമ്മൾ ചൂടാക്കുന്ന വെള്ളമൊന്നുമല്ല. ചെൽസി ബാഴ്സ മാച്ച് ഉണ്ട്, 2 റൗണ്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഐശ്വര്യമായിട്ട് ഇന്നത്തെ വ്ളോഗ് നമുക്ക് നമ്മളെ റിസോർട്ടിൽ നിന്ന് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ഏരിയയിലേക്ക് ഇറങ്ങി നടന്ന് ഇപ്പോൾ അതേ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഏകദേശം ബാഗൊക്കെ എടുത്ത് വെച്ചു. ഇത് ഞാൻ ഫുൾ ഡ്രസ്സപ്പ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ ബാൽക്കണി ഇത് പുറത്തുനിന്നില്ല പകലിലുള്ള വ്യൂ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിത് ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോയിട്ട് വെയിൽ കാണുമ്പോൾ ആഹാ എന്തൊരു സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നാൽ ടേനടിക്കും. കാരണം നമുക്ക് വെയിലാണെങ്കിലും തണുപ്പത്ത് വെയിലോളുമ്പോൾ നല്ല സുഖമായിരിക്കും, പക്ഷെ പിന്നെയാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവും. നല്ല പോലെ ടേനടിക്കും. അതുകൊണ്ട് തണുപ്പത്ത് വെയിൽ കണ്ടാലും അവിടെ പോയി ഇങ്ങനെ വെയിൽ കായാൻ നിൽക്കരുത്. ഓക്കെ, എനിവേ ഞാൻ നിങ്ങൾക്ക് നമ്മളെ റിസോർട്ടിൻ്റെ ബാൽക്കണി എന്നുള്ളത് ഇതിൻ്റെ അകത്ത് നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അമ്മേ ഞാൻ ചെരുപ്പിട്ടില്ല, ഒരു മിനിറ്റ്. ചെരുപ്പ് എവിടെ? അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് വ്യൂ. അപ്പം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ വിചാരിച്ചു വെച്ചാൽ ഫസ്റ്റ് ബസ്സിന് പോവാം. ബസ്സിന് പോയിട്ട് ആടുന്ന് ടാക്സി വിളിക്കാം. അപ്പം നമ്മളിന്ന് ബസ്സിൽ കയറിയ പോലെ ആവുമല്ലോ. ഞാൻ ഉള്ളിൽ കയറാം. ബസ്സൊക്കെ നമ്മളിങ്ങനെ അടുപ്പിച്ചാ പോകുന്നത്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. ഒരാൾ ഫ്രണ്ടിൽ പായുന്നുണ്ട്, എന്തിനാണോ എന്തോ. ബസ്സിനെ ഓടിച്ചിട്ട് നിർത്താൻ പോക്കാന്ന് പറഞ്ഞേ കാണിച്ചേരെ. ഉണ്ടോ? ഇദ്ദേഹവും ഞാനും ഒന്നിച്ചാണ് ട്രിപ്പിന് വന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിചാരിക്കോ? നോക്കൂ, ഇവൻ എങ്ങോട്ടാണോ പോയി ഓടുന്നത്. ചില സമയത്ത് അച്ഛൻ്റെ കളി കണ്ടാലില്ലേ, ഈ ആനന്ദ സിനിമയിലെ ഒരു ചെക്കനില്ലേ ഫുൾ ഓർഗനൈസ് ചെയ്ത് നടക്കുന്ന ടൂർ എൻജോയ് ചെയ്യാണ്ട് എന്തൊക്കെയോ നോക്കി നടക്കുക. എന്താ എൻ്റെ പേര്? അതിൽ വരുണോ? വരുണാന്ന് തോന്നുന്നു. വരുണിന്റെ മാതിരി ഇവന്റെ കളി. ഫുൾ ടൈം ഇങ്ങനെ ഫോണും നോക്കുക, അടുത്ത സ്ഥലം നോക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെയാ. പക്ഷെ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് നടക്കുന്നോണ്ടായിരിക്കും ആളിങ്ങനെ ആക്കുന്നത്. പക്ഷെ ആള് കലിപ്പിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ വേഗം നടക്കട്ടെ കേട്ടോ. ഇനി വീഡിയോ എടുത്തിട്ട് ബസ് പോയി എന്ന് പറഞ്ഞ് എന്നെ തല്ലിക്കൊല്ലും. ഇപ്പൊ ടാറ്റ. ഇവിടെ കണ്ടക്ടർ ഇല്ല കേട്ടോ. ബസ്സിൽ നമ്മൾ കയറുന്നു, ഡ്രൈവറിൻ്റെ കയ്യിൽ തന്നെ പൈസ കൊടുക്കുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു. അതാണ് അടുത്ത സെറ്റ്. ഓക്കെ, ബസ്സിൽ തിരക്ക് കുറവല്ലേ, രാവിലെ ആയതുകൊണ്ടായിരിക്കും. വലിയ തിരക്കൊന്നുമില്ല. അപ്പം ഞങ്ങൾ പോട്ടെ. ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളെ ഞങ്ങൾ ആലോചിച്ചു ഇനി നമുക്ക് ഡ്രൈവർ ടിക്കറ്റ് ഒന്നും തന്നിട്ടല്ലോ എന്ന്. പിന്നെ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞേ കസാക്കിസ്ഥാനിലെ ബസ്സിൽ നമ്മൾ ഡ്രൈവറിനല്ല പൈസ കൊടുക്കണം, നമ്മളൊരു ഓൺലൈൻ ആപ്പ് വഴിയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഡ്രൈവർക്ക് കൊടുത്ത പൈസ അയാളെ പോക്കറ്റിലേക്ക് പോയി. അയാളാണെങ്കിൽ നമ്മളോട് എക്സ്ട്രീം പറഞ്ഞു ഇനി പൈസ ടൂറിസ്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായല്ലോ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ തന്നെ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക, ആ ഒരു ആപ്പ് ഉണ്ട് എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം. ഇവിടെ പിന്നെ വേറെ പ്രത്യേകത എന്താ പറയുക, നമുക്കിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് സീബ്ര ക്രോസിങ്ങിന്റെ കേസല്ല, അല്ലാണ്ട് നോർമലി നമുക്കിപ്പോൾ കുഞ്ഞൊരു ക്രോസിംഗ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി വരികയാണെങ്കിൽ വണ്ടി നമുക്ക് വേണ്ടി നിർത്തി തരും. നമ്മളിപ്പോൾ വണ്ടി പോയിട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ടാവും, വണ്ടി അവിടെ നിർത്തിയിട്ട് അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആഴ്ച പറയായിരുന്നു ഈ ഒരു ഓർമ്മയിൽ വണ്ടി നിർത്തി തരുന്നിട്ട് ബാംഗ്ലൂർ ഒറ്റ നടക്കരുത്, നല്ല പണി കിട്ടുന്നത്. ബസ് ഇറങ്ങിയിട്ട് ക്യാബെല്ലാം ബുക്ക് ചെയ്ത് നമ്മൾ നേരെ പോയ അടുത്ത സ്ഥലത്തിന്റെ പേരാണ് അൽമാരിസ്.
ഹായ് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ദേ ഉണ്ട് ഉണ്ട്. അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ക്യാബിന് വരാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഈ അൽമാരസനിലേക്ക്. അപ്പൊ ഈ അൽമാരസൻ ഒരു കുട്ടി ട്രക്കിംഗ് സ്പോട്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഈ കല്ലൊക്കെ നടന്ന് കയറണ്ട, നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്, ഇതുപോലത്തെ ട്രെയിൽസ് എല്ലാം അവർ ബ്രിഡ്ജൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. പിന്നെ ചുറ്റും ഇങ്ങനെ മലകളാണ്, പിന്നെ കുറച്ചും കൂടി വിന്റർ സീസൺ നമ്മൾ ഫുള്ള് മഞ്ഞിൽ മൂടിയിട്ടുണ്ട്. അപ്പം നല്ല വ്യൂ, നല്ലൊരു സീനിക് എക്സ്പീരിയൻസ് ആണ് ഇടയിൽ. അപ്പോൾ ഈ ചുറ്റുമുള്ള ഈ അപ്പുറത്തിപ്പുറത്തും കാണുന്ന ഈ ഒരു മൗണ്ടെയിൻസ് ഇല്ല, അപ്പം അതിൻ്റെ പേര് എന്ന് പറയുന്നത് ടിയാൻഷാൻ എന്നാണ് ആ മൗണ്ടെയിൻ്റെ പേര്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ട്രക്കിംഗ് സ്പോട്ട് പോലെ ഈ ഒരു അൽമാരസിനെ കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ നടന്ന് മുകളിലെത്തിയിട്ട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്, അത് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്ന്. വ്യൂ എല്ലാം ആസ്വദിച്ച് നമ്മൾ ട്രക്ക് ചെയ്ത് അങ്ങ് ടോപ്പിലെത്തുമ്പോഴാണ് അൽമാരസിന്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയ ഹോട്ട് സ്പ്രിങ്ങിന്റെ അവിടെ നമ്മൾ എത്തുന്നത്. അപ്പൊ ഈ ഹോട്ട് സ്പ്രിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറവേന്ന് വരുന്ന വെള്ളമില്ലേ, ചൂടുവെള്ളമായിരിക്കും. ആ ചൂടുവെള്ളം നാച്ചുറൽ ആയിട്ട് ഉണ്ടായ ആ ഒരു ചൂടുവെള്ളം ഒരു ബാത്ത് ടബ് പോലത്തെ സംഭവത്തിൽ കളക്ട് ചെയ്തിട്ട് ആൾക്കാർ അവിടെ പോയി കുളിക്കും. അപ്പൊ ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ വാട്ടർ ആണ്, അതായത് നമ്മൾ ചൂടാക്കുന്ന വെള്ളമൊന്നുമല്ല, അതിന് ഭൂമിയുടെ അടിയിൽ നിന്ന് ഉറവേന്ന് വരുന്ന ചൂടുവെള്ളമാണ്. അപ്പൊ അതൊരു ടംബ്ലർ അല്ലെങ്കിൽ ബാത്ത് ടബ് പോലെ ആക്കിയിട്ട് അതിലവർ കുളിക്കുന്നു. അപ്പൊ ഈ ചുറ്റും ഭയങ്കര വ്യൂ, അടിപൊളി വ്യൂവും അതിന്റെ കൂടെ തണുപ്പിന്റെ കൂടെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഒഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു എഫക്റ്റ് ആണല്ലോ. തിരിച്ച് നമ്മൾ എക്സിറ്റ് ഗേറ്റിന്റെ അവിടെ എത്തുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ ഒരു ചായക്കടയുണ്ട്, അതായത് റഷ്യൻ ചട്ടനാന്ന് തോന്നുന്നു. ആ ഒരു ചായക്കടയിൽ നിന്ന് നമ്മൾ ഒരു ചൂട് ലെമൺ ടീ കുടിച്ചു. പിന്നെ ഇപ്പുറത്ത് ബാർബിക്യൂ പോലത്തെ ഇങ്ങനെ ഏതൊക്കെ മീറ്റൊക്കെ അവർ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ തണുപ്പടിച്ചിട്ട് ചവാനായത് ഒരു നല്ല നമ്മളെ ലെമൺ ടീ കുടിക്കുന്നുണ്ട്. നമ്മളെ അണ്ണൻ്റെ ചായ നല്ല ഈ സമയത്ത് നല്ല തണുപ്പുള്ള സമയത്ത് ഇത് കിട്ടിയാണ്ടല്ലോ വേറെ തന്നെ സുഖം. ബാർബിക്യൂന്നല്ലേ ഇതിന് പറയും, ഇതുണ്ട് ചൂടായിട്ട് കഴിക്കാം. എന്ത് മീറ്റാണെന്നുള്ളത് ഒരു പിടുത്തമില്ല, നമ്മൾ ആ ഒരു മീറ്റ് സെലക്ട് ചെയ്യുക, ഇവിടെ ചൂടുക, എന്നിട്ട് അങ്ങനെ കഴിക്കുക. അയ്യോ, അപ്പോൾ അൽമാരസാനിൽ പോയി വന്ന് ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു വന്ന് നേരെ വന്ന് കിടന്നുറങ്ങി. മീൻസ് എനിക്ക് തോന്നുന്നില്ലേ, തണുപ്പ് കൊള്ളുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, ക്ഷീണം കാരണം. ആ ഒരു മൊത്തേക്ക് ഇങ്ങനെ അടിച്ചിടിച്ച് അതിൻ്റെ ക്ഷീണം കാരണം ഉറക്കം വരുന്നു. ഞങ്ങൾ ലഞ്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ 3:20 ഒരു ഷവർമയും തിന്നങ്ങ് ഉറങ്ങിയതാണ്. ഇപ്പോൾ 8 മണിക്ക് നമുക്ക് ബസ്സുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു ടൂർ ബുക്ക് ചെയ്യാൻ പോയിട്ടേ, അപ്പോൾ അത് ഇന്ന് 8 മണിക്കാണ് ബസ്, 8 മണിക്ക് എത്തും. അപ്പോൾ ഞങ്ങൾ ഫുൾ അതിൻ്റെ 2 ദിവസത്തെ പരിപാടി. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിംഗ് എല്ലാം ചെയ്തു, ഫുൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ റൂമിൽ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് ബസ് കയറുന്നിടത്തേക്ക്. അപ്പോൾ അടുത്തേക്ക് പോവുകയാണ്. അതാണ് തണുപ്പുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് വിശപ്പ് അറിയുന്നില്ല, അതെന്താ അറിയില്ല, വിശപ്പ് സമയം പോകുന്നതൊന്നും അറിയില്ല. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ എന്തോ 2-3 സാധനം തിന്നിട്ട് പിന്നെ വൈകുന്നേരം 3:20 ഒക്കെ ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ 3:30 ആകുമ്പോഴാണ് നമുക്കൊന്ന് വിശപ്പിൻ്റെ ഒരു വിളി വരുന്നത്. പക്ഷേ നമുക്ക് ക്ഷീണം, ഉറക്ക ക്ഷീണം നല്ലോണം ഉണ്ട്, അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇനി ക്യാമ്പ് വിശേഷങ്ങളായിരിക്കും. ഞാൻ നോക്കട്ടെ ബസ്സൊക്കെ കയറാൻ പറ്റുന്ന എടുക്കാൻ പറ്റും. അതുപോലെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യത്തെ ഈ 2 ദിവസത്തെ ക്യാമ്പിൽ ഉള്ള ആൾക്കാരെ വാട്സാപ്പ് ഗ്രൂപ്പെല്ലാം ആക്കിയതിൽ കുറേ ഇന്ത്യൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടുമോയെന്ന് അറിയില്ല. ഞങ്ങളിവിടെ എത്തിയിട്ടോ, ക്യാബിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മളെ ബസ് കയറേണ്ട സ്ഥലം. ചേച്ചിയാണ് നമ്മളെ ഗൈഡ്, ഒരാൾ നമ്മളെ ഗൈഡ്. വേറെ ആരെയും കാണുന്നില്ല, അവരിനി വരാനുള്ളതാണോ എന്തോ സംഭവം എന്നല്ല. കുറച്ച് പേര് അപ്പുറത്തുണ്ട്, അവരെ ബാക്കിൽ കണ്ടോ, പക്ഷെ അവരവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മളെ കൂടെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഇവൻ എന്തൊക്കെയോ കഥ ചോദിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ. ഗൈഡിനെ കിട്ടിയ പിന്നെ ഫുൾ കഥയാണ്. ഒരു ഹായ് പറയാൻ പറഞ്ഞാലും
സേ ഹായ് ടു മൈ വീഡിയോ. പാവൻ ചേച്ചി. അപ്പം അത്രയേ ഉള്ളൂ. ബസ് വരട്ടെ. അതെ, കുറച്ച് ആൾക്കാരാണ് വരുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ ബസ്സിൽ 2 ഗൈഡ് ഉണ്ടായിരുന്നു. ആ ലേഡി ഗൈഡിന് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്. അവരാണ് നമുക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ എല്ലാം പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചേട്ടൻ. ഏത് ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ നമുക്ക് എല്ലാത്തിനും നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും, വാഷ്റൂം പോകാൻ എത്ര സമയം നിർത്തും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിന്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോം സ്റ്റേയിലാട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരെയും കുറച്ച് ആൾക്കാരായിട്ട് ഓരോരോ ഹോം സ്റ്റേയിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞങ്ങളിൽ 3 റൂംസ് ഉണ്ട്. അപ്പോൾ 3 റൂംസിൽ 2 ആൾ വെച്ചിട്ടായിരുന്നു. പിന്നെ രാവിലെ എത്ര മണിക്ക് എണീക്കണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കസാക്കിസ്ഥാൻ വന്നിട്ട് അവരെ ട്രഡീഷണൽ വില്ലേജിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ. സമയം എത്രയുടെ 2 മണിയാ. എന്താക്കുന്നത് നീ? എന്താക്കുന്നത്? ചെൽസി ബാഴ്സ മാച്ച് ഉണ്ട്. 2 അടിച്ചു അമ്മ. ആരി? ചെൽസി 2 അടിച്ചു. ഇതാണ് അവസ്ഥ. വേറെ യുഗ ഫുട്ബോൾ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു വേണ്ടതാ. അത് നോക്കിയിരിക്കുന്നുണ്ട്. ഉറങ്ങണ്ടേ, നാളെ 8 മണിക്ക് എണീക്കണം. 8 മണിക്ക് 7 മണിക്ക് എണീക്കണം. അപ്പൊ മതി. അത് അവര് കളിച്ചിട്ട് നാളെ രാവിലെ സ്കോർ നോക്കിയാ പോരെ. അപ്പൊ ശരി ഗൈസ്, എനിക്കുള്ള അടി ഇപ്പൊ കിട്ടും. അപ്പൊ ശരി.